ഇബുസേ കുറച്ച് പാഴ്സൽ ഇട്ടാ 2 ദിവസം ഇത് ഫ്രിഡ്ജിലിരിക്കണം. എന്തെങ്കിലും ചെയ്തോ? ഈ സാധനം അടിപൊളിയാക്കി തരണമെങ്കിൽ ഉമ്മച്ചിന്റെ വാളട്ട കൈ തന്നെ വേണം. പക്ഷെ ഉമ്മച്ചി ഇപ്പൊ റെസ്റ്റിലാണ്. അതുകൊണ്ട് നമ്മക്ക് തന്നെ ഇതുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കിയാലോ? ഇതാണ് മസാലക്കുള്ള കൂട്ടി. ഇത് നല്ല രീതിയിൽ വറുത്ത് പൊടിച്ചെടുക്കണം. ഉമ്മച്ചി ആ ചിന്നമുട്ട കുക്കർക്ക് അങ്ങോട്ട് ഇട്ടേ. ഉത്തരവ് പ്രഭു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പൊടിക്കാൻ കൊടുത്ത ഐറ്റംസ് പൊടിച്ച് വഴറ്റി എടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മറ്റേ ഇട്ടെടുത്തോ, ഫുള്ള് ഇട്ടെടുത്തോ. ഇനി നമുക്ക് മുളകും മഞ്ഞപ്പൊടിയും ഇതിലിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളൂ. ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. അത് മറ്റു പറിക്കുന്നുണ്ട്. പിന്നെ താഴമടിയൊക്കെ വെച്ചാൽ നല്ല കൊതുകുണ്ട്, നല്ല മഴ വരാൻ നിൽക്കുന്നുണ്ട്. വേഗം നമ്മളെ പരിപാടിയൊക്കെ നോക്കാം. മറ്റേ കറിവേപ്പിൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തോളി. നല്ല ഫ്രഷ് തന്നെ എടുത്തോളി. അപ്പൊ നമ്മുടെ കിടുക്കാച്ചോട് റെഡി ആയിട്ടുണ്ട്. മച്ചേ കാണുമ്പോ തന്നെ വയറ് കപ്പലോടാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി കിടുക്കാച്ചാണ്. പൊളി. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.